എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇവിടെ 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയിലേക്ക് 1 ടീസ്പൂൺ എണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെയൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരേ കനത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പരത്തിയതിന് ശേഷം ഇതിൻ്റെ അരികുകളൊക്കെ ഒന്ന് മുറിച്ചു മാറ്റാം. അരികുകളൊക്കെ മുറിച്ചു മാറ്റിയതിന് ശേഷം ഇത് 4ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ മുറിച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന അളവിൽ മൈദ എടുക്കുകയാണെങ്കിൽ ഒരു 4 പേർക്ക് കഴിക്കാനുള്ള ഈവനിങ് സ്നാക്ക് കിട്ടും. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഇവിടെ 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ മൈദ ഷീറ്റ് എടുത്ത് വെച്ച് അതിലേക്ക് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിലായിട്ട് കുറച്ച് റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും ആക്കി കൊടുക്കാം. ചില്ലി സോസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി. സോസ് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു ഷീറ്റും കൂടെ വെച്ച് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഷീറ്റും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്യുന്ന സമയത്ത് അരികുകളൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് ഇത് തുറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ മുട്ട എടുക്കുമ്പോൾ ആദ്യം ഒരെണ്ണം എടുത്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം രണ്ടാമത് ഒരു മുട്ടയും കൂടെ എടുത്താൽ മതി. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ ഷീറ്റ് മുക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് ബ്രെഡ് ക്രംസ് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എല്ലാ പീസസും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് റെഡിയാകുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ വറുത്തെടുക്കുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും.